റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് 2 ജില്ലാ ജയിലുകളിൽ ജയിൽ സൂപ്രണ്ടുമാരില്ല. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലാ ജയിലുകളിലാണ് സൂപ്രണ്ടുമാർ ഇല്ലാത്തത്. 1 മാസത്തിലേറെയായി ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയെങ്കിലും ഒപ്പിടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രസാദിലേക്ക് വീണ്ടും. പ്രസാദ്, എന്തുകൊണ്ട് ഒപ്പിടുന്നില്ല എന്നതിൽ എന്തെങ്കിലും കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ഇതുവരെയും ലഭ്യമായില്ല സ്മൃതി. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗുരുതരമായ വീഴ്ച തന്നെയാണത്. അതായത് ജൂൺ 19 മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ ഫയൽ എത്തുന്ന. നേരത്തെ തന്നെ DPC ഒക്കെ യോഗം ചേർന്ന് തീരുമാനിച്ച് കാര്യങ്ങളെല്ലാമായി ആ ഫയൽ നോക്കിയാൽ കാണാൻ നമുക്ക് ശരവേഗത്തിലാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഫയൽ എത്തുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ആ ഫയലിൽ തീരുമാനമെടുക്കുന്നില്ല, ഒപ്പിടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു തടസ്സവുമില്ല. മാത്രമല്ല, ഇതിൽ നേരത്തെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 2 പ്രൊമോഷൻ പോസ്റ്റുകൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം എന്ന കോടതി ഉത്തരവ് കൂടിയുണ്ട്. ഈ ജൂൺ 19 മുമ്പ് തന്നെയാണ് ആ കോടതി ഉത്തരവ് വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ പോലെ ഏതെങ്കിലും ഒരു തടവുകാരൻ ഈ പറയുന്ന തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ ഉള്ള ജില്ലാ ജയിലിൽ നിന്നാണ് ചാടിയത് എങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും. സാധാരണഗതിയിൽ ജില്ലാ ജയിലിൽ സൂപ്രണ്ടുമാരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുമില്ല. ഇപ്പോൾ ഈ 2 ജയിലുകളിലും ചുമതല കൊടുത്തിരിക്കുകയാണ്. അത് ഈ ചുമതല കൊടുത്ത ജയിലിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് ജയിലിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലെത്തി 1 മാസവും ഒരാഴ്ചയും കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ ഒപ്പിടുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് തന്റെ മുന്നിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 തസ്തികകളിലേക്കുള്ള പ്രൊമോഷൻ കൊടുത്ത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമുള്ള ജില്ലാ ജയിലുകളിൽ സൂപ്രണ്ടുമാരെ നിയമിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ശരവേഗത്തിൽ വന്ന ഫയൽ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തി 1 മാസവും ഒരാഴ്ചയും പിന്നിട്ടു എന്നത് സ്മൃതി. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.